നമസ്കാരം. മലയാളി വാർത്ത ടോക്കിലേക്ക് പ്രിയ പ്രേക്ഷകരെ സ്വാഗതം. അങ്ങനെ പ്രേക്ഷകർ കാത്തിരുന്ന, മലയാളികൾ കാത്തിരുന്ന, പാലക്കാടുകാർ കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നേതൃത്വം, പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്, പാലക്കാട് ഞങ്ങൾ രാഹുലിനെ സ്വീകരിക്കും, പാലക്കാട് നാഥനില്ല എന്ന് പറയുന്ന വാക്കുകൾ ഞങ്ങൾ തിരുത്തും എന്ന് പറയുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടുകൂടി രാഹുൽ അടൂർ വിടുന്നു, പാലക്കാടേക്ക് എത്തുന്നു. എന്നാൽ പാലക്കാടുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ തന്നെ വ്യക്തമായ വിവരം ലഭിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ അവർ പാലക്കാട് അണിനിരക്കുകയാണ്. മുൻ പ്രസിഡന്റ് വീട്ടിലേക്കാണ്, കോൺഗ്രസ് പ്രസിഡന്റ് വീട്ടിലേക്കാണ് ഇപ്പോൾ രാഹുൽ എത്തിയിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണാം നമുക്ക് ഈ രാഹുലിന്റെ വരവിനെ? അതായത് ഈ ഭയന്ന് രാഹുൽ മാറി നിൽക്കും എന്നുള്ളതായിരുന്നു ഈ BJPയുടെയും CPMന്റെയും ഒക്കെ വാദം. പക്ഷെ അതിനെല്ലാം പൊളിച്ചുകൊണ്ട് രാഹുൽ അവിടേക്ക് എത്തുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണേണ്ട ഒരു വിഷയമുണ്ട്. അതായത് VD സതീശനെ ഉൾപ്പെടുത്താതെ പല ചർച്ചകളും ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് VD സതീശൻ പോലും അറിഞ്ഞിട്ടില്ല രാഹുൽ പാലക്കാടേക്ക് പോകുന്നു എന്നുള്ളത്. പാലക്കാട്ടെ കോൺഗ്രസുകാർ രാഹുലിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. അടൂരിൽ നിന്ന് വളരെ വലിയ ഒരു ആസൂത്രണം, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി അവിടെ നിന്ന് പുറപ്പെടുന്നു. അപ്പോൾ ഷാഫിക്കൊക്കെ കൃത്യമായി അടൂര് തൊട്ട് പാലക്കാട് വരെ എത്തുന്ന ആ ഒരു യാത്രയിൽ പങ്കുണ്ട്. അപ്പോൾ സതീശൻ അറിഞ്ഞില്ല, VD സതീശൻ അതൊട്ട് അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് VD സതീശനെ പൂർണ്ണമായും രാഹുൽ ഗ്രൂപ്പും ഷാഫി ഗ്രൂപ്പും മാത്രമല്ല പാർട്ടിയിലെ മറ്റു പലരും തള്ളിപ്പറയുന്നു എന്നുള്ളത്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് വലിയൊരു റോൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് കേരളത്തിന് ബോധ്യപ്പെട്ട നിമിഷങ്ങളാണ് രാഹുൽ പാലക്കാട് എത്തുന്ന ആ ഒരു അവസരം. അപ്പോൾ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ VD സതീശന്റെ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. നമുക്കറിയാം, മുൻപ് ഈ പറയുന്ന രാഹുലിനെയൊക്കെ പാലക്കാട് ജയിപ്പിച്ചെടുക്കാൻ VD സതീശനും ഷാഫിയും ഒക്കെ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന VD സതീശൻ ഒരു MLA കസേര പോലും കിട്ടുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം പാർട്ടിയിൽ ഒരു വലിയ ശബ്ദമാകാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് VD സതീശനെയും മറിച്ചിട്ടുകൊണ്ട് ഒരു വലിയ ശബ്ദമാകാൻ ഷാഫിക്ക് കഴിഞ്ഞു. ഷാഫിയുടെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു രാഹുലിനെ പാലക്കാട് വരെ എത്തിച്ചത്. പൂർണ്ണമായും പ്രതിപക്ഷ നേതാവ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട ആദ്യം തന്നെ പൂർണ്ണമായും രാഹുലിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അന്ന് ഡൽഹിയിലായിരുന്നു ഷാഫി പറമ്പിൽ ഈ വിഷയത്തിലൊന്നും അന്ന് കാര്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പ്രചാരണത്തിനും മറ്റുമായി പോകുന്ന ഒരു ഘട്ടമായിരുന്നു. അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞത് ഷാഫി മാധ്യമങ്ങളെ പേടിച്ചു മുങ്ങി എന്നൊക്കെയായിരുന്നു, രാഹുൽ വിഷയത്തിൽ മറുപടി പറയാനില്ലാത്തതുകൊണ്ട്. പക്ഷേ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷാഫി തന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. ആരോപണം വന്നപ്പോൾ പാർട്ടി മാറ്റി നിർത്തി. അതാണ് ആദ്യത്തെ നടപടി. ഒരു പരാതിക്കാരി പോലും ഇല്ലാത്ത കേസിൽ ആദ്യമായി അങ്ങനെ ഒരു നടപടി ഞങ്ങൾ സ്വീകരിച്ചു. തൊട്ടപ്പുറത്ത് മുകേഷിന്റെ വിഷയത്തിൽ അവർ കാണിച്ചത് എന്താണെന്ന് കേരളം കണ്ടതാണല്ലോ. അപ്പോൾ ഇനി CPMന് എന്ത് യോഗ്യതയാണ് ഞങ്ങളെ വിമർശിക്കാനുള്ളത് എന്ന് ഷാഫി ആദ്യം തന്നെ തടയിട്ടു. അവിടെ CPMന് ഒരു തടയിട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ ഒളിച്ചോടി എന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ പോയതാണ്, അതെങ്ങനെയാണ് ഒരു ഒളിച്ചോട്ടമാകുന്നത് എന്ന് ഷാഫി മറുപടി പറഞ്ഞു. പിന്നീട് ഷാഫി കേരളത്തിലെത്തിയതിനു ശേഷം വ്യക്തമായി ഈ വിഷയത്തിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ്. ഷാഫിക്ക് നേരെ DYFIയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് ഷാഫി സ്വയം ഇറങ്ങി നിന്നുകൊണ്ടാണ് ആ പ്രതിഷേധത്തെ തടഞ്ഞത് അല്ലെങ്കിൽ നേരിട്ടത് എന്ന് വേണം നമ്മൾ കണ്ടത് ആ ദൃശ്യങ്ങൾ. അതായത് DYFIക്കാർ അതിര് കടന്നുപോയി ഒരു തെറിവിളി അഭിഷേകം നടത്തിയ ഘട്ടത്തിലാണ് വാഹനം നിർത്തി ഷാഫി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പ്രതിഷേധിച്ചോളൂ, അത് നിങ്ങളുടെ അവകാശമാണ്, പക്ഷെ അതിര് വിട്ടുപോകുന്ന പരാമർശങ്ങൾ, അതായത് നായ പട്ടി പോലെയുള്ള വിളികളൊന്നും വേണ്ട, അതിലൊന്നും പേടിച്ചു പോകുന്ന ആളല്ല ഞാൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ വടകര മുതൽ തുടങ്ങിയതാണ് ഷാഫിയോട് ഈ ചൊറിച്ചിൽ DYFIക്കാർക്ക്. അപ്പോൾ അത് മറ്റൊരു ഭാഗം. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് രാഹുലിനെ വീണ്ടും, അതായത് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന രാഹുലായിരുന്നു. ഷാഫി പിന്തുണയ്ക്കാനില്ലായിരുന്നുവെങ്കിൽ പൂർണ്ണമായും രാഹുൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്നു. MLA സ്ഥാനം ഇതിനു മുൻപേ രാജിവെക്കുമായിരുന്നു. പക്ഷേ ഷാഫിയാണ് കൃത്യമായി രാഹുലിനെ പിടിച്ചു നിർത്തിയതും ഓരോ നീക്കങ്ങൾ നടത്തിയതുമെല്ലാം. നിയമസഭയിലേക്ക് എത്തുന്നതിൽ ഷാഫിയുടെ പിന്തുണയുണ്ടായിരുന്നു. വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാവ് എതിർത്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ പാലക്കാടേക്ക് എത്തുമ്പോഴും അവിടുത്തെ ജനങ്ങളോട്, അതായത് 2 ഉത്തരവാദിത്തങ്ങളാണ് ഷാഫി നിറവേറ്റിയിരിക്കുന്നത്. ഒന്ന്, അവിടുത്തെ ജനങ്ങൾക്ക് രാഹുലിനെ പരിചയപ്പെടുത്തിയത് ഷാഫിയാണ്. അപ്പോൾ രാഹുൽ കളങ്കിതനല്ല എന്ന് തെളിയിക്കേണ്ടത് ഷാഫിയുടെ കൂടി ഉത്തരവാദിത്തമാണ്, അവിടുത്തെ ജനങ്ങളാണ്. അത് ഒന്ന് നിറവേറ്റി. മറ്റൊന്ന്,
രാഹുലിനെ തകർത്തില്ലാതാക്കാൻ ഒരു കൂട്ടം ശ്രമിച്ചപ്പോഴും അവർക്കിടയിൽ നിന്ന് രാഹുലിനെ പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരാൻ ഷാഫിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇതൊരു തുടക്കമാണ്. പാലക്കാടേക്ക് എത്തി എന്നുള്ളത് ഒരു MLA ഓഫീസിലല്ല എത്തിയിരിക്കുന്നത്, പ്രാദേശിക സന്ദർശനമാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ എന്നാലും പാലക്കാടേക്ക് എത്തി എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. കാരണം വലിയൊരു പ്രതിഷേധ വലയം ഈ പറയുന്ന രാഹുലിന് നേരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പ്രതിഷേധക്കാർ പറയുന്ന ഒരു ന്യായീകരണം, ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് CPM നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ രാഹുലിനെ തടയില്ല എന്ന് നേരത്തെ അടിയറവ് വെച്ച കാര്യമാണ്. എന്നാൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നോ SFIയുടെ ഭാഗത്തു നിന്നോ ചെറിയ തോതിലെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ചെറിയ തോതിലൊരു വിവാദം അല്ലെങ്കിൽ ഒരു കാർ തടയൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് സംശയിച്ചിരുന്നു. അതും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ക്യാപ്സ്യൂൾ BJP പ്രവർത്തകർ വലിയ രീതിയിലൊരു ആക്രമണം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ MLA ഓഫീസിൽ വന്നാലേ തടയത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് MLA ഓഫീസിൽ രാഹുൽ വന്നാൽ ഞങ്ങൾ തടഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ MLA ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടൻ വരുന്നതുമില്ല. പ്രാദേശിക സന്ദർശനമാണ് നടത്തുന്നത്. ഈ പ്രാദേശിക സന്ദർശനത്തിൽ ഒരു പക്ഷേ പാലക്കാട് മണ്ഡലത്തിലെ ഏതെങ്കിലും ദരിദ്ര കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യഘട്ടം MLAയുടെ ഒരു അടിയന്തരമായി MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു താഴെ തട്ടിലുള്ള ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവിടേക്ക് ഇറങ്ങി ചെല്ലുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ രാഹുലിന് ഈ ഒരു ഘട്ടത്തിൽ അതിന്റെ ഒരു ഇമേജിനേക്കാൾ ഉപരി രാഹുൽ എന്ന വ്യക്തിക്ക്, രാഷ്ട്രീയക്കാരന് കിട്ടുന്ന ഒരു വലിയ പ്രാധാന്യം അതെന്തായാലും വർദ്ധിക്കുകയല്ലേ ചെയ്യുകയുള്ളൂ. ഉറപ്പായിട്ടും ഇനിയിപ്പോൾ ആ വിഷയത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പോകുന്നത്. ഇപ്പോൾ തന്നെ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അവിടുത്തെ ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി പാലക്കാട് MLA എന്ന നിലയിൽ മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും അവിടെ ഇരുന്നു കൊണ്ട് ചില MLAയുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അത് നിറവേറ്റുന്നുണ്ടായിരുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. ഇടയ്ക്കങ്ങ് മങ്ങിപ്പോയ രാഹുൽ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാകുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊരു തുടക്കമാണ്. പാലക്കാടേക്ക് എത്തി എന്നുള്ളത് ഒരു തുടക്കമായിരുന്നു. നിയമസഭയിലേക്ക് എത്തി എന്നുള്ളത് താൻ വീണു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു തുടക്കമായിരുന്നു. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മൾ പാലക്കാട് കാണുന്നത്. ഇവിടെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇതുവരെ CPM ഇങ്ങനെ ആയിരുന്നില്ല രാഹുൽ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. അതായത് പാലക്കാട് കാലുകുത്തിക്കില്ല എന്നായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധം. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് അങ്ങ് അടൂരിലെ രാഹുലിന്റെ വീട്ടിൽ വലിയ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പോയതും മറ്റേ കോഴിയുടെ ഫ്ലെക്സും ഒക്കെ ആയിട്ട് ഇവർ പോയതാണ്. ഇവർക്കത് പോകാൻ എന്ത് യോഗ്യതയാണെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ അവിടെ നിന്ന് പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട് ഡിവൈഎഫ്ഐക്ക് വലിയ അമർഷമുണ്ട് ഈ പറയുന്ന രാഹുലിനോട്. അതായത് ഒന്ന് അടിച്ച് താറടിച്ച് കളഞ്ഞു. കാരണം തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാഹുൽ വലിയ ഓളം ഉണ്ടാക്കി. ഡിവൈഎഫ്ഐക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. സരിന് ഇടതുപാളയത്തിലേക്ക് എത്തിയെങ്കിലും പൂർണ്ണ തകർച്ചയായിരുന്നു ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ പാലക്കാട് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഒക്കെ വലിയ കൊമ്പ് കോർത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെതിരെ പ്രതിഷേധം ചെയ്യുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവർ പ്രതിഷേധ പരിപാടികൾ തയ്യാറാക്കിയതുമാണ്. എന്നാൽ CPMന്റെ നിർദ്ദേശം വന്നതോടുകൂടിയാണ് അതെല്ലാം എടുത്തു മാറ്റിവെക്കേണ്ടി വന്നത്. പക്ഷെ അവർ അമർഷത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഈ പാലക്കാട്ട് നിന്നുള്ള സമ്മർദ്ദം ഏറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ CPM ഇങ്ങനൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് MLA ഓഫീസിലേക്ക് വന്നാൽ ഞങ്ങൾ പ്രതിഷേധിക്കാൻ പോകും എന്നുള്ളത്. അത് മാത്രമല്ല ഇപ്പോൾ CPM മാറി നിൽക്കുന്നതിനൊരു ചെറുതായിട്ടൊന്ന് പിൻവലിയുന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. കാരണം രാഹുൽ വിഷയം പാലക്കാട് ഇപ്പോൾ അതിശക്തമായി ഏറ്റെടുത്തിരിക്കുന്ന BJP ആണ്. അവിടെ CPM കൂടി പ്രതിഷേധത്തിന് അണിചേരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ CJP എന്നൊരു ലേബൽ വീഴും. അപ്പോൾ BJPയും ഇതുപോലെ തന്നെ CPMഉം ചേർന്ന് രാഹുലിനെ അടിച്ചൊതുക്കാൻ നീക്കുന്നു എന്നുള്ള ഒരു പക്ഷെ ആര് ശ്രമിച്ചിട്ടും അങ്ങോട്ട് അടിച്ചൊതുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണല്ലോ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ രാഹുലിനൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് രാഹുൽ ഈശ്വർ കൃത്യമായ ഒരു വ്യക്തമാക്കിയിരുന്നല്ലോ ഈ വിഷയത്തിൽ. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം മുഴുവൻ രാഹുലിന് അനുകൂലമായി മാറുകയാണ്. അതായത് പരാതിപ്പെടാൻ നിരന്തരം ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടും റിനി ഉൾപ്പെടെയുള്ള ആരും പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല. അവരെല്ലാം മൂന്നാം കക്ഷികളാണ്. അപ്പോൾ ഒരു ഒരാൾ പോലും നേരിട്ട് രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാകാത്ത ഘട്ടത്തിൽ അയാൾക്ക് തെറ്റുകാരനല്ല എന്നുള്ളതിന്റെ ആദ്യത്തെ ഒരു വിധിയാണ് എന്നുള്ളത് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. അതായത് ഈ കേസ് അടപടലം നേരെ ഉൾട്ടയാകും. ക്രൈംബ്രാഞ്ചിന്റെ ഒരു അന്വേഷണ രീതി വന്നതോടുകൂടിയാണ് കേരളത്തിന് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായത്. അതുവരെ വലിയ രീതിയിൽ രാഹുലിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. ഇയാൾ ഇങ്ങനെ ആയിരുന്നില്ല, ഞങ്ങൾ ഇങ്ങനെയല്ല രാഹുലിനെ കണ്ടതെന്നൊക്കെ വലിയ രീതിയിൽ നമ്മൾ കമന്റുകൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. എന്നാൽ
ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിൽ നിന്ന് പുറത്തു വന്ന ചില തെളിവുകൾ അവരുടെ FIR ഇതൊക്കെ കണ്ടതോടുകൂടിയാണ് രാഹുലിന് ജനപിന്തുണ ഏറി തുടങ്ങിയത്. അത് ഈ പിന്തുണയ്ക്കുന്നവരിൽ ഒന്ന് ഓർത്തു നോക്കണം, സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, വീട്ടമ്മമാരുണ്ട്, അതുപോലെ തന്നെ പ്രായമായ പലരും രാഹുലിനെ പിന്തുണച്ച് രംഗത്തേക്ക് വരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയൊരു സ്വീകാര്യത രാഹുലിനുണ്ടാകുന്നു. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ വീണ്ടും വളർത്തിയെടുക്കാനാണ് CPM-ന് കഴിഞ്ഞത്. അല്ലാതെ വേറൊന്നും ഇതുകൊണ്ട് നടന്നിട്ടില്ല. അയാളുടെ ഒരു പോപ്പുലാരിറ്റി വീണ്ടും വർദ്ധിച്ചു. അതായത് ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, അപ്പോൾ രാഹുൽ എന്തോ ആണ് എന്നുള്ള ഒരു പ്രതീതി വീണ്ടും ഉണ്ടാക്കി. മുൻപ് പിണറായി വിജയനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയപ്പോഴത്തേക്ക് ഈ രാഹുലിന്റെ ഗ്രൂപ്പ് തന്നെ ഉയർത്തിവിട്ട ഒരു ഇതായിരുന്നു, അതായത് പിണറായിക്ക് രാഹുലിനെ പേടിയാണ് എന്നുള്ള തരത്തിലേക്ക്. അപ്പോൾ സതീഷിന് പേടിയാണോ എന്ന് ചോദിക്കും. ഉറപ്പായിട്ടും സതീശന് നല്ല പേടി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ കേരളത്തിലെ ഒരു മുഖമെന്ന് പറയുന്നത് അത് ഷാഫിയും രാഹുലുമാണ്. അത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. രാഹുലും ഷാഫിയും കൈകോർത്തതോടുകൂടി VD സതീശന് വലിയ റോളില്ലാതായി മാറി. ഈ വിഷയം കൂടി വന്നതോടുകൂടി രാഹുലിന്റെ കാലുവാരിയത് VD സതീശനാണ് എന്നുള്ള പ്രതീതി ഉണ്ടായിട്ടുണ്ട്. അത് സ്വന്തം അണികൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ സൈബർ ആക്രമണം VD സതീശന് നേരെയുള്ളതൊക്കെ കണ്ടതാണ്. ഈ രാഹുൽ വീണ്ടും കത്തിജ്വലിക്കുമോ അല്ലെങ്കിൽ വീണ്ടും കയറി വരുമോ എന്നൊരു പേടി കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കൊടുത്തിരുന്നു. അതായത് ചില കോണുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുമാണ് ആ വാർത്ത കൊടുക്കുന്നത്. അതായത് സോഴ്സ്, വ്യക്തമായ ഒരു സോഴ്സ് ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കോൺഗ്രസിലേക്ക് വരുന്നു, വീണ്ടും അതായത് മുൻപ് രാജിവെച്ച എല്ലാ സ്ഥാനത്തേക്കും അദ്ദേഹം തിരിച്ചു വരുന്നു എന്നൊരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. കാരണം രാഹുൽ ഇല്ലാത്തതിന്റെ വിടവ് അതെന്താണ് എന്ന് വളരെ വ്യക്തമായി യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലെ സമരമുറകൾ കണ്ടപ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ രാഹുലിന്റെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കി, പരാതിയില്ല, ക്രൈംബ്രാഞ്ച് തെളിവുകളില്ല, ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി രാഹുലിനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, തിരിച്ചെടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊടുത്തിരുന്നു. തിരിച്ചെടുക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു വാർത്ത കൊടുത്തിരുന്നത്. കൃത്യം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് കോൾ വരികയാണ്. ആരാണ് അങ്ങനെ പറഞ്ഞത്, എന്തിനാണ് ഇങ്ങനെ അത് പടച്ചുവിടുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണ്. അതായത് ആരോ ഇത് ഭയക്കുന്നത്, കൃത്യമായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമാണ് ആ കോളുകൾ വരുന്നത്. ആരോ ഇത് ഇത്തരത്തിൽ ഭയക്കുന്നുണ്ട് രാഹുലിനെ. രാഹുൽ വീണ്ടും ആ ഒരു സ്ഥാനത്തേക്ക് വീണ്ടും തിരിച്ചെത്തിക്കഴിഞ്ഞാൽ വീണ്ടും രാഹുൽ വീണ്ടും വളരും. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ മുതിർന്ന നേതാക്കന്മാരെക്കാട്ടി കൂടുതലും രാഹുൽ എന്ന യുവ നേതാവ് കൂടുതൽ ശക്തരായി തിരിച്ചു വരുമെന്ന് ആരോ ഭയക്കുന്നുണ്ട് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോഴാണ് ഒരു സംശയം തോന്നുന്നത്, രാഹുലിനെ രാജിവെപ്പിക്കാൻ എടുത്ത ഈ ധൃതി പിടിച്ചുള്ള തീരുമാനം അത് ആരുടെയൊക്കെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ലായിരുന്നോ, അല്ലെങ്കിൽ ആരുടെയൊക്കെ ഒരു ഗൂഢാലോചന അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് ഈ രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയായി ആകുന്നില്ലേ എന്ന് നമുക്കൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഉറപ്പായിട്ടും ഭയക്കുന്നത് മറ്റാരുമല്ല, കോൺഗ്രസിലെ അധികാരമോഹികൾ തന്നെയാണ്. അതായത് മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച് കാത്തിരിക്കുന്ന 1-2 ആൾക്കാരുണ്ടല്ലോ പാർട്ടിയിൽ. നേരിട്ട് പറയാം, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഇവരൊക്കെ തന്നെ അധികാരമോഹികളാണ്. അവരൊക്കെ KC വേണുഗോപാൽ. പക്ഷെ ഇവരെയൊക്കെ പാടെ മാറ്റി നിർത്തുന്ന ഒരു പാർട്ടിയെ പിടിച്ചടക്കുന്ന രീതിയിലേക്കായിരുന്നു ഷാഫിയുടെയും രാഹുലിന്റെയും വളർച്ച. അപ്പോൾ ആ ഒരു വളർച്ച ഇവർ ഭയക്കുന്നുണ്ട്. കാരണം ഈ ഒരു കേസ് വന്നതോടുകൂടി രാഹുലിനെ ഇപ്പോൾ പിന്തുണച്ച് പലരും രംഗത്തേക്ക് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ലീഗ് പിന്തുണച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, കോൺഗ്രസിന്റെ വലിയ വോട്ട് ബാങ്കാണ് ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാഫിയെയും രാഹുലിനെയും ലീഗ് പിന്തുണച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് VD സതീശന് വെപ്രാളം വരാൻ വേറെ കാരണമൊന്നും വേണ്ട. VD സതീശൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി ആകും എന്ന് ആ ഒരു വഴിവെട്ടി വന്നതാണ്. അതിനുവേണ്ടി തന്നെയാണ് രാഹുലിനെതിരെ ഒരു അവസരം കിട്ടിയപ്പോൾ കാലുവാരിയത്. പക്ഷെ അത് നേരെ തിരിച്ച് VD സതീശനിട്ട് തന്നെ കൊണ്ടു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ എന്തായാലും കാര്യങ്ങളെല്ലാം ഏകദേശം മുതിർന്ന നേതാക്കൾക്കെല്ലാം വ്യക്തമായിട്ടുണ്ട്. എന്തായാലും മുതിർന്ന നേതാക്കൾക്ക് ഇട്ട് കൊടുത്ത വലിയൊരു പണി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത്. പാലക്കാട് എത്തില്ല അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാല് കുത്തിക്കില്ല എന്നൊക്കെ വീമ്പിളക്കിയവരെ പൊടിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. വിശദമായ വിവരങ്ങൾ മറ്റ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും അടുത്തതിനെ കാണാം. നമസ്കാരം.